പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 88ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബർമുഡ എന്ന വാക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ. ബർമുഡ ട്രയാങ്കിളിൻ്റെ രഹസ്യം ലോകത്തിനിന്നും ഒരു പ്രഹേളികയാണ്. ആ പേരിൽ അറിയപ്പെടുന്ന ഒരു പുൽവർഗമുണ്ട്. പൗരാണിക പ്രാധാന്യമുള്ളതും ഔഷധ ഗുണമുള്ളതുമായ കറുക. കറുകയെക്കുറിച്ചാണ് നാം ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സൈനോഡോൺ ഡാക്ടൈലോൺ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കറുക നിലം പറ്റി വളരുന്ന ഒരു പുൽച്ചെടിയാണ്. പോയേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ സസ്യത്തെ സംസ്കൃതത്തിൽ ദുർവ എന്ന് വിളിക്കുന്നു. ലോകമെമ്പാടും കണ്ടുവരുന്ന ഈ പുൽവർഗത്തെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കൗച്ച് ഗ്രാസ് എന്ന് വിളിക്കുന്നു. യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങൾ ജന്മദേശമായിട്ടുള്ള ഈ സസ്യം അമേരിക്കയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. പേരിൽ ബർമുഡ എന്നുണ്ടെങ്കിലും ബർമുഡ ഈ സസ്യത്തിൻ്റെ ജന്മദേശമല്ല. അവിടെ ധാരാളമായി കുടിയേറിയ അധിനിവേശ സസ്യമാണ് ഈ പുൽവർഗം. ബർമുഡയിൽ സസ്യത്തെ ക്രാബ് ഗ്രാസ് എന്നാണ് വിളിക്കുന്നത്. ധാരാളം അപരനാമങ്ങളുള്ള സസ്യമാണ് കറുക. ധൂപ്, യത്ന ഗ്രാസ്, ഡൂബോ, ഡോഗ് ഗ്രാസ്, ഡോഗ്സ് ടൂത്ത് ഗ്രാസ്, ബഹാമാസ് ഗ്രാസ്, ഡെവിൾസ് ഗ്രാസ്, ഇന്ത്യൻ ഡോഗ്, ഗ്രാമ, വയർ ഗ്രാസ് എന്നിങ്ങനെ. കറുക രണ്ടു തരത്തിലുണ്ട്. നീലത്തണ്ടോടുകൂടിയ നീലക്കറുകയും വെള്ളത്തണ്ടോടുകൂടിയ വെള്ളക്കറുകയും. കഷായ മധുരരസങ്ങളാണ് സസ്യത്തിനുള്ളത്. സസ്യത്തിൻ്റെ ഇലകൾ 3 മുതൽ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇളം പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ചിലപ്പോൾ 15 സെൻറ്റിമീറ്റർ വരെ നീളത്തിലും വളരാം. ഇലയുടെ അരികുകൾ പൊതുവെ പരുപരുത്തതാണ്. ഉയർന്നു നിൽക്കുന്ന കാണ്ഡം 1 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരാം. കാണ്ഡം നേരിയ തോതിൽ പരന്നതും വെള്ള നിറത്തിലോ പച്ച നിറത്തിലോ ചിലപ്പോൾ പർപ്പിൾ നിറത്തിലോ കാണപ്പെടുന്നു. ശക്തിയായ വേരുപടലമാണ് സസ്യത്തിനുള്ളത്. മണ്ണിന് താഴെയായി 60 സെൻറ്റിമീറ്ററിൽ കുറഞ്ഞ വിസ്തൃതിയിൽ വേരുപടലം കാണപ്പെടുന്നു. സസ്യം മണ്ണിലൂടെ ഇഴഞ്ഞ് വളരുന്നു. തണ്ടുകളുടെ പർവ്വങ്ങളിൽ നിന്ന് വേരുകൾ മുളച്ച് മണ്ണിൽ ആഴ്ന്നിറങ്ങുന്നു. സസ്യത്തിൽ പച്ചയോ ഇളം പച്ചയോ നിറത്തിൽ പൂക്കളുണ്ടാവുന്നു. വിത്തുകൾ വളരെ ചെറുതാണ്. വിത്തുകളിൽ നിന്നും, സ്റ്റോളോൺ എന്ന് വിളിക്കുന്ന തണ്ടുകളിൽ നിന്നും, മണ്ണിനടിയിലൂടെ പോകുന്ന റൈസോമുകളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നു. ഊഷ്മാവ് 15 ഡിഗ്രിക്ക് മുകളിലാവുമ്പോൾ സസ്യം വളരാൻ തുടങ്ങുന്നു. 24 ഡിഗ്രി സെൽഷ്യസിനും 37 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ഊഷ്മാവിൽ സസ്യം നന്നായി വളരുന്നു. മഞ്ഞുകാലത്തും കടുത്ത വേനൽക്കാലത്തും സസ്യം ഉറക്കാവസ്ഥയിൽ ആയിരിക്കും. ഈ സമയത്ത് അവ ബ്രൗൺ നിറത്തിൽ കാണപ്പെടുന്നു. നല്ല സൂര്യപ്രകാശത്തിൽ സസ്യം നന്നായി വളരും. ലോകമെമ്പാടും ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ഈ സസ്യം വളർത്തപ്പെടുന്നു. വർഷത്തിൽ 625 മുതൽ 1750 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കറുക നന്നായി വളരും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തെക്കൻ പകുതിയിലുള്ള രാജ്യങ്ങളിലാണ് സാധാരണയായി കറുക വളരുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഇന്ന് കറുകയുടെ 100 കണക്കിന് വെറൈറ്റികൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ വർഷവും പുതിയ ഇനങ്ങൾ
ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പുരാണ പ്രാധാന്യമുള്ള സസ്യമായതുകൊണ്ട് ഗണപതി ഹോമത്തിലും മാല കെട്ടുന്നതിനും ബലിയിടുന്നതിനും സാധാരണയായി കറുക ഉപയോഗിക്കുന്നു. സസ്യം സമൂലം ഔഷധമാണ്. ആയുർവേദ ഔഷധശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കറുക. ബുദ്ധിവികാസം ഉണ്ടാകാനും നട്ടെല്ലിനും തലച്ചോറിനും ഞരമ്പുകൾക്കും ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് കറുകനീർ ഔഷധമാണ്. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മശക്തിക്കും ഉത്തമമായ ഔഷധമായി കറുക ഉപയോഗിക്കുന്നു. അമിത രക്തപ്രവാഹം നിർത്താനും കഫ പിത്തരോഗങ്ങൾക്കും കറുക ഉപയോഗിക്കാം എന്നത് നാട്ടറിവ്. പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന രുദ്രാഭിഷേകത്തിനുള്ളൊരു പ്രധാന ഘടകം കറുകയാണ്. ഗണേശ ആരാധനയിൽ പ്രാധാന്യമുള്ള സസ്യമായും കറുക കരുതപ്പെടുന്നു. വേദകാലഘട്ടം മുതൽ തന്നെ ഹൈന്ദവ ആചാരങ്ങളിൽ കറുകയ്ക്ക് പ്രഥമസ്ഥാനമുണ്ട്. തമിഴിൽ അരുകമ്പുൽ എന്നും കന്നഡയിൽ ഗാരിക്കേഹുള്ള എന്നും വിളിക്കപ്പെടുന്ന കറുക കേരളത്തിൽ ദശപുഷ്പങ്ങളിൽ ഒന്നാണ്. നേപ്പാളിൽ ഡൂബോ എന്നറിയപ്പെടുന്ന കറുകപ്പുല്ലിനെ ദീർഘായുസ്സിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിവാഹദിനത്തിൽ വധൂവരന്മാർ പരസ്പരം കറുകമാല അണിയിക്കുന്നു. നാഗപഞ്ചമി ഉത്സവത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് കറുക. സസ്യം ഡൈയൂററ്റിക് ഗുണം കാണിക്കുന്നവയാണ്, അതായത് മൂത്രം ഒഴിഞ്ഞു പോകാൻ സഹായിക്കുന്നു. കറുകപ്പുല്ലിൻ്റെ ജ്യൂസ് ശരീരകലകളെ ചുരുക്കാൻ സഹായിക്കുന്ന രാസഘടകമായി പ്രവർത്തിക്കുന്നു. പട്ടികൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കറുകനാമ്പുകൾ ഭക്ഷിക്കുന്നത് കാണാം. ഇലയുടെ അരികുകളുടെ പരിവരുപ്പ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതിനാൽ നിർബന്ധപൂർവം വൊമിറ്റ് ചെയ്യാൻ പട്ടിയെ സഹായിക്കുന്നു. അതുവഴി പ്രശ്നപരിഹാരവും സാധ്യമാകുന്നു. സ്പോർട്സ് ഫീൽഡുകളിൽ നട്ടുപിടിപ്പിക്കാൻ അനുയോജ്യമായ സസ്യമാണ് ഇത്. നാശം സംഭവിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ തഴച്ചു വളരാൻ സസ്യത്തിന് സാധിക്കും. വളരെ ആക്രമണ സ്വഭാവമുള്ള ഒരു അധിനിവേശ സസ്യമായിട്ടാണ് ചിലയിടങ്ങളിൽ കറുകയെ കണക്കാക്കുന്നത്. മറ്റ് പുല്ലുകളെയും സസ്യജാലങ്ങളെയും ആക്രമിച്ചുകൊണ്ട് വളരുന്ന ഈ സസ്യത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ അവിടങ്ങളിൽ സാധിക്കുന്നില്ല. കളയുടെ രൂപത്തിൽ തോട്ടങ്ങളിൽ വളരുന്നതിനാലാണ് സസ്യത്തെ ചിലയിടങ്ങളിൽ ഡെവിൽ ഗ്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബർമുഡ ഗ്രാസിൻ്റെ ചില ഹൈബ്രിഡ് ഇനങ്ങൾ, ഉദാഹരണമായി ടിഫ്റ്റാൻ 85, ചില സാഹചര്യങ്ങളിൽ വിഷകാരിയായ സയനൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ഇനങ്ങൾ ഭക്ഷിക്കാനിടയായാൽ അത് കന്നുകാലികളുടെ മരണത്തിന് കാരണമായേക്കാം. നല്ല നീർവാഴ്ചയുള്ള മണ്ണും സൂര്യപ്രകാശവും ഇഷ്ടപ്പെടുന്ന കറുക പ്രത്യേക പരിചരണമൊന്നും കൂടാതെ വളരുന്നവയാണ്. സസ്യത്തിലുണ്ടാകുന്ന പരാഗരേണുക്കൾ ചിലരിൽ ഗുരുതരമായ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായേക്കാം. എങ്കിലും വളരെയേറെ പ്രാധാന്യമുള്ളതും ഔഷധ ഗുണമുള്ളതുമായ കറുകപ്പുല്ല് നിയന്ത്രിതമായ തോതിൽ ചട്ടിയിൽ വളർത്തി നോക്കൂ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.